ഹലോ, വെൽക്കം ബാക്ക് ടു കാപ്രിക്കോൺ തോട്ട്സ്. അപ്പോൾ ഇന്ന് അത്തമാണ്. ഞാൻ വിചാരിച്ചു നമുക്കൊരു ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അത്തം മുതൽ തിരുവോണം വരെ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ഒരു 10 റെസിപ്പീസ് സീരീസ് ആയിട്ട് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ എൻ്റെ ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇഞ്ചിപ്പുളിയാണ്, അഥവാ ഇഞ്ചിക്കറി. ഞങ്ങളുടെ നാടുകളിൽ അത് ഇഞ്ചിക്കറി എന്നും ഇഞ്ചിപ്പുളി എന്നും പറയാറുണ്ട്. നിങ്ങളുടെ നാടുകളിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് 250 ഗ്രാം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത്. ആ പുളിയാണ് കേട്ടോ ഞാൻ ഈ പിഴിഞ്ഞ് വെച്ചേക്കുന്നത്. പിന്നെ ശർക്കര, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചതാണ്. അങ്ങനെ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം നല്ല രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണയിൽ പാചകം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാലാണ് ആ ഓതൻറ്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിക്കണം, എന്നാലേ ഇഞ്ചിയൊക്കെ നല്ല മുരുമുരാന്ന് മൊരിഞ്ഞ് വരുള്ളൂ. അപ്പോൾ അതിലൊന്നും ഒരു പിശുക്ക് കാണിക്കരുത്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ മുന്നിൽ എപ്പോഴും നിൽക്കണം ഇഞ്ചിക്കറിയുടെ കാര്യത്തിൽ. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്കിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇത് നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളർ, അതായത് നമ്മൾ ഇഞ്ചി ഇങ്ങനെ എടുക്കുമ്പോൾ അതിങ്ങനെ മുരുമുര എന്നിരിക്കണം, അങ്ങനെ നല്ല ഫ്രൈ ആയിട്ട് ഇരിക്കണം കേട്ടോ. അതിൻ്റെ കൺസിസ്റ്റൻസി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഇഞ്ചി ഇട്ട് നല്ലോണം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത്, ഞാൻ പൊടികളായിട്ട് ഒന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഇഞ്ചി ഫ്രൈ ചെയ്യുന്ന മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഇളക്കിയതാ നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് ആവണം. കണ്ടോ, ഇങ്ങനെ ഒരു ഇത് ചുരുങ്ങി ഇത്രയും ഒരു ചെറിയ ഇതുപോലെ ആവും. ഇത് നല്ലോണം ഇനിയും മൊരിയും. നല്ലോണം ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ടിട്ട് വേണമെങ്കിൽ കറക്കി എടുക്കാം, അല്ലാതെയും ഇങ്ങനെയും ആവാട്ടോ. ഞാനിപ്പോൾ നമുക്കിങ്ങനെ നല്ല കുഴമ്പ് രൂപത്തിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒന്നിട്ടിട്ട് ഒന്ന് കറക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ആറാൻ വേണ്ടി ഫ്രിഡ്ജിൻ്റെ താഴെയല്ല, ഫാനിൻ്റെ താഴെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞും വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടാക്കിയതിന് ശേഷം കുറച്ചും കൂടി എണ്ണ ഞാൻ ഒഴിച്ചു. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് അതിനുശേഷം ഉലുവയും ചേർത്ത് ചെറുതായിട്ടൊന്ന് പൊട്ടിക്കുക. അതിനുശേഷം നമ്മുടെ പച്ചമുളക്, ഉണക്കമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ പച്ചമുളക് ഞാനിപ്പോൾ 2 പച്ചമുളകാണ് എടുത്തത്. ഇത്രയും പച്ചമുളകിൻ്റെ ആവശ്യമില്ല, ഇത് ഉണ്ടമുളകായതുകൊണ്ട്. കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല എരിവുണ്ടായിരുന്നു. നിങ്ങൾ കുറച്ച് മുളകെടുക്കുമ്പോൾ ഏത് മുളകാണ് എടുക്കുന്നതെന്നുള്ളത് ശ്രദ്ധിച്ചെടുക്കുക. ഞാൻ എടുക്കുമ്പോൾ നല്ല എരിവായിരുന്നു. അപ്പോൾ നമ്മുടെ ഇഞ്ചി നല്ലോണം ഒന്ന് മിക്സിയിൽ ഗ്രൈൻഡല്ല, അതൊന്ന് കറക്കി എടുത്തതാണ് കേട്ടോ ഇത്. അപ്പം തന്നെ ഇതിങ്ങനെ പൊടിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം പൊടികളായിട്ട് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പുളിയും കൂടി വരുമ്പോൾ ബാലൻസ് ചെയ്യേണ്ടതാണ്, അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. അതിനുശേഷം മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഈ 3 പൊടികളുമാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. വേറെ പൊടികളായിട്ട് ഒന്നും ചേർക്കുന്നില്ല. ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കായപ്പൊടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് മാത്രമാണ് ചേർത്തേക്കുന്നത്. ഇത് അത്രയും ഈസി റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ ഈ പൊടികൾ മാത്രം ചേർത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ വറുത്തരച്ചതൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അതിനുശേഷം പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് നേരിട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ പുളി പിഴിഞ്ഞ വെള്ളം ഞാൻ എടുത്തത് കുറച്ച് കൂടുതലായിപ്പോയി. പുളി കറക്റ്റായിരുന്നു, പക്ഷേ വെള്ളം കുറച്ച് കൂടുതലായിപ്പോയി. സാരമില്ല, ഈ കറി എന്തായാലും ഒന്ന് കുറുകി വരേണ്ടതാണ്. അപ്പോൾ എനിക്ക് ഇത് ഓക്കെ ആയിരുന്നു. അങ്ങനെ പുളിവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുറുക്കി എടുക്കുക. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ 1 കപ്പ് ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട്. ശർക്കര നിങ്ങൾക്ക് മറ്റേ കഷ്ണമായിട്ടോ ചിരകിയോ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ശർക്കര പൊടി വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ഞാൻ അതാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ അടുത്ത കല്യാണം കഴിഞ്ഞ
നവദമ്പതിമാർക്കൊക്കെ പെട്ടെന്നൊരു സദ്യ അവർ മാത്രമായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് നിൽക്കുവാണ്, അവർക്ക് സദ്യ കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ രുചിയിലൊക്കെ ഒട്ടും കോംപ്രമൈസ് ഇല്ലാത്ത കറികളാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുകി വരണം. ഒരു 10 മിനിറ്റ് നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുക്കുക. അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യുകയാണ്. ഇനി ഇത് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് കുറുകും. കുറുകിയതിന് ശേഷം നമുക്ക് ടേസ്റ്റൊക്കെ നോക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കാം, മധുരം പാകത്തിനാണോ എന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ മുളക് കുറച്ച് കൂടിപ്പോയി, ആ ഒരു പ്രശ്നമാണ് എനിക്ക് വന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് എപ്പിസോഡ് 1 എന്ന് പറയുന്ന സദ്യയിലെ കേമൻ ഇഞ്ചിപ്പുളി. ഇതാ ഇവിടെ തയ്യാറാണ്. എല്ലാവരും